നമസ്കാരം. ഇപ്പം എവിടെ നോക്കിയാലും കല്യാണി. യൂട്യൂബ് തുറന്ന കല്യാണി, ഇൻസ്റ്റ തുറന്ന കല്യാണി. ചേച്ചീനങ്ങനെ ലോകം മുഴുവൻ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ മാത്രം ഒരു 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ മോശമല്ലേ? അല്ല, എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും കണ്ടാ പറയുമല്ലേ ചേച്ചി ഇത്രയും ഉഡായിപ്പാണെന്ന്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാത്ത യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്തിന്? ചേച്ചി ആ വീടിൻ്റെ ഗേറ്റ് തുറന്നൊന്നും പുറത്ത് പോയാൽ തുടങ്ങും ചേച്ചീൻ്റെ വീഡിയോ ഇട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചേച്ചി 8 മാസത്തിലേറെ ആയിട്ട് വെളുക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. എന്നിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹമുള്ള ചേച്ചി എന്തുകൊണ്ടത് നമ്മളോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ചേച്ചീന് സബ്സ്ക്രൈബേഴ്സിനോട് ചേച്ചി പറഞ്ഞില്ല? ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ഇത്രയും വലിയ ക്ലിനിക്ക് പോയിട്ട് ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഇടായിരുന്നല്ലോ. ഇരിക്കാൻ പറ്റാത്ത മൈഗ്രെയിൻ്റെ തലവേദനയാണെങ്കിൽ പോലും ക്യാമറ ഓൺ ചെയ്ത് ഞാനിത് തലവേദന കാരണം ക്ലിനിക്കിലാണ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോയും എല്ലാ ദൃശ്യങ്ങളും പകർത്തുന്ന ചേച്ചിയാണ്. ചേച്ചി ചിലപ്പോൾ വിചാരിച്ചു കാണും, എല്ലാം ഇപ്പം എല്ലാവരോടൊക്കെ പറയാൻ പറ്റുമോ അല്ലേ? ഇതിനൊക്കെ ഒരു മറയൊക്കെ വേണ്ടേ? ഒന്നില്ലെങ്കിൽ ചേച്ചി പോയതൊരു നല്ല കാര്യത്തിനല്ലേ? എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. ഒരാൾക്ക് ഇത്രയും ക്രീമൊക്കെ തേക്കാൻ പറ്റുമോ? രാവിലെ ഒരു ക്രീം, വൈകുന്നേരം ഒരു സൺസ്ക്രീൻ, ഉച്ചയ്ക്കൊരു സൺസ്ക്രീൻ. എന്താലേ എൻ്റെയൊക്കെ മുഖത്ത് ഏതെങ്കിലും ഒരു ക്രീം അല്ലാണ്ട് വേറൊരു പുതിയ ക്രീം യൂസ് ചെയ്താൽ പിന്നെ എൻ്റെ മുഖത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഓരോരുത്തരെ കാര്യങ്ങൾ. എന്നിട്ട് പോലും ചേച്ചിക്കൊന്നും പറയാൻ തോന്നിയില്ല. ചേച്ചി ഗ്ലൂട്ടാതയോൺ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെളുത്തത് എന്ന്. ചേച്ചി എന്താ പറഞ്ഞത്? ഞാൻ ഇത് തേച്ചിട്ടാണ് എൻ്റെ സൗന്ദര്യം വർദ്ധിച്ചത്, ഇത് തേച്ചപ്പോഴാണ് ഞാൻ വെളുത്തത്, ഇതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെയല്ലേ ചേച്ചി പറഞ്ഞത്. 8-10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ഗ്ലൂട്ടാതയോൺ ഉപയോഗിച്ച് വെളുത്തിട്ട് ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുകയാണ് ചേച്ചി ചെയ്ത പരിപാടി. ആയാലും രഹസ്യമായി വെച്ചത് ഇപ്പം പരസ്യമായി. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ക്രീം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തോ, പക്ഷേ കറക്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഏതൊരു ക്രീമും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇവളുമാര് പറയുന്നതും കേട്ട് ഇതുപോലെ വല്ല ക്രീമും വാങ്ങി മുഖത്ത് തേച്ചാൽ പിന്നെ ലാസ്റ്റ് വെളുക്കാൻ തേച്ചത് പാണ്ടാവും.